ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അനേവർക്കും വണക്കം. നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട് കോയമ്പത്തൂരാണ്. ഓക്കെ, കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ, കോയമ്പത്തൂർ ജംഗ്ഷനാണിത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക വെച്ചാൽ ഇവിടെയും കോയമ്പത്തൂർ വന്നാലും നമ്മൾ ഏകദേശം തന്നെ ഇവിടെ പോയ മാതിരി തന്നെ, ഡൽഹി പോയ മാതിരി തന്നെ ഷോപ്പ് ചോദിക്കുമ്പോൾ അവർ ഇന്ന സ്ഥലത്തേക്ക് പറയും. പിന്നെ പുറത്തുള്ളവരോട് ചോദിക്കുമ്പോൾ അവിടെയുള്ള ഇന്ന വേറെ സ്ഥലമാണ് നല്ലതെന്ന് പറയും. ഇവിടെ എന്തോ ഒരു മണികുണ്ടോ അങ്ങനെ എന്തോ സ്ഥലമുണ്ട്. അവിടെയാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഇപ്പോൾ ഞാൻ ചോദിച്ചിരുന്നത്, മറന്നുപോയി. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ പോകുന്നത്. അവിടെയാണ് ചെരുപ്പ് സാധനങ്ങളൊക്കെ അവിടെയാണ് മാർക്കറ്റാണ്. ഫൈവ് റോഡ് എന്ന സ്ഥലത്താണ് ഇതിനൊക്കെ വില കമ്മിയെന്ന് പറഞ്ഞു. അപ്പോൾ 2-3 മാർക്കറ്റ് ഉണ്ട്. പിന്നെ ഗാന്ധിപുരം എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഉണ്ട്. അവിടെയാണ് ഇലക്ട്രോണിക് തന്നെ. അപ്പോൾ എന്താണെങ്കിലും ഈ മാർക്കറ്റൊക്കെ നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ പോയി കാണാം. പിന്നെ വരാൻ പറ്റുന്ന അധിക സ്ഥലത്തും നല്ല റേഞ്ചുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ ലൈവ് വരും. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാർക്കറ്റ് ഇൻ യൂട്യൂബ് ചാനൽ. കുറേ കാലത്തിന് ശേഷം ഇപ്പോഴാണല്ലോ കാണുന്നത്. അപ്പോൾ നമ്മളുള്ളത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ബിഗ് ബസാർ സ്ട്രീറ്റ് ആട്ടോ അവിടെ മാർക്കറ്റിൻ്റെ പേര്. അവിടെയാണ് ചെരുപ്പ് കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത സ്ട്രീറ്റ് അറിയുന്നത് ഗാന്ധിപുരമാണ് അടുത്തത്, ഇലക്ട്രോണിക് കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാ സ്ട്രീറ്റും നമുക്ക് കാണാം, പ്രൈസും ചെക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യേണ്ട ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റും. ഓക്കെ, എന്തായാലും ഇവിടെ പ്രൈസ് കൂടുതലുണ്ട്. ഇപ്പോൾ ചോദിച്ചോടത്തൊക്കെ പ്രൈസ് കൂടുതലാണ്. പിന്നെ ഡൽഹി പ്രൊഡക്റ്റ് തന്നെയാണ് ഇവിടെ കളിക്കുന്നത്. ഇപ്പോൾ ഡൽഹിത്തെ മാതിരി തന്നെ ഇവിടെയും ഷോപ്പ് കയറി ചോദിച്ചാലൊന്നും നമുക്ക് പെട്ടെന്ന് ആരും പറഞ്ഞു തന്നില്ല ഏതാണ് എവിടെയാണ് ഈ ഹോൾസെയിൽ മാർക്കറ്റ് എന്നൊക്കെ. അത് പിന്നെ പുറത്തുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ കുറച്ച് ചിലപ്പോൾ ഓട്ടോക്കാരൊക്കെ കുറച്ച് നല്ല ആൾക്കാരുണ്ട്, അവരൊക്കെ പറഞ്ഞു തരും. പിന്നെ പുറത്ത് ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോയാൽ മതി. അപ്പോൾ കോയമ്പത്തൂർ മെയിനായിട്ട് ഈ ഒരു ബിഗ് ബസാർ സ്ട്രീറ്റും പിന്നെ ഗാന്ധിപുരമാണ് ഇപ്പോൾ അവർ പറഞ്ഞത്. പിന്നെ ഇവിടേക്ക് വരുന്നവർ ഈ ബെൽറ്റ് ബൈസ് സാധനത്തിനൊന്നും ഇങ്ങോട്ട് വരുന്നതിനേക്കാളും ഡൽഹിയിൽ നിന്ന് എടുക്കുന്നത് തന്നെയാട്ടോ നല്ലത്. പിന്നെ അതൊക്കെ അവിടുന്ന് വരുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. ഇവിടുന്ന് പിന്നെ അവർ ബൾക്കായിട്ട് എടുക്കുമ്പോഴുള്ളൊരു പ്രൈസ് ഡിഫറൻസിനെ കൊണ്ടാണ് അവർ ഇവിടെ അത്രയും ആ ഒരു വിലയ്ക്ക് ഇവിടെയും കൊടുക്കാൻ പറ്റുന്നത്. ആ ഒരു വില പറഞ്ഞാൽ ഡൽഹിനേക്കാളും ഒരു 20 രൂപ 30 രൂപ വ്യത്യാസത്തിലാണ് ഇവിടെ കൊടുക്കുന്നത്. ചിലത് സെയിം പ്രൈസ് തന്നെ അവരടിക്കുന്നുണ്ട്. അത് അവിടുത്തെ കച്ചവടത്തിൻ്റെ അതേ സ്ട്രാറ്റജി തന്നെയാണ് ഇവിടെ. എന്ന് വെച്ചാൽ അവർ പറയുന്ന ഒരു 3-4 ഐറ്റത്തിന് വില കുറവായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള വില അവർക്ക് തൊള്ളേ തോന്നിയ വില അവർ പറയും. അതേ കളി, ഡൽഹിത്തെ അതേ കളി തന്നെയാണ് ഇവിടെയും കളിക്കുന്നത്. ഇപ്പോൾ ഒരു ഷോപ്പിൽ നമ്മൾ കയറി, ഇപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു, നമ്മൾ കയറി വില ചോദിച്ചപ്പോൾ ഓനങ്ങ് വില അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനൊരു 3-4 ഐറ്റം എടുത്തിട്ട് ഓൻ അതിൻ്റെ വില പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇത് ഡൽഹിയിൽ നിന്ന് ഇറക്കുന്നതാണ് ഇങ്ങോട്ടേക്കായിരുന്നു. അപ്പോൾ പറഞ്ഞു സാറിന് വേണത് അവിടെ ഇവിടെ നിന്നുള്ള വിലയ്ക്ക് പറ്റ വില കുറച്ചിട്ട് ഞങ്ങളൊരു ചെറിയ ഇത് മാത്രം എടുത്തിട്ട് തരാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് അങ്ങനെ കൊടുത്താൽ മതി, എനിക്ക് വേണമെന്നില്ല, ഞാനിപ്പോൾ എടുക്കുന്നില്ല പറഞ്ഞു. അപ്പോൾ വീഡിയോ പറയുന്ന മാതിരിയല്ല, അവർ ഇവിടെ വന്ന് എടുക്കാൻ നിൽക്കുമ്പോൾ അത് നമുക്ക് വില അറിയില്ല എന്നുണ്ടെങ്കിൽ നല്ല പണിയാണ്. നല്ല പണി. എന്തായാലും നമുക്ക് ബിഗ് ബസാർ സ്ട്രീറ്റ് എത്തിയിട്ട് ബാക്കിയുള്ളത് കാണാം. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ഒരു 5 റോഡ് പറഞ്ഞ സ്ഥലത്ത് ആണിപ്പോൾ നമ്മൾ നേരത്തെ പോയത്. അവിടുന്ന് വീഡിയോ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ബിഗ് ബസാർ സ്ട്രീറ്റിൽ നിന്ന് നമുക്ക് മാക്സിമം നമുക്ക് കാണാം. ഓക്കെ, ലൈവ് വരാൻ പറ്റുകയാണെങ്കിൽ ലൈവ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബിഗ് ബസാർ സ്ട്രീറ്റിലേക്ക് കയറാൻ തുടങ്ങിയാൽ തന്നെ ഇവിടെ കൂളിംഗ് ഗ്ലാസിൻ്റെ ഏരിയ കേട്ടോ ഫസ്റ്റ് തന്നെ കൂളിംഗ് ഗ്ലാസിൻ്റെ സെയിൽസാണ് കാണുന്നത്. അവയിലിപ്പോൾ ഒരു ഷോപ്പ് കയറി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലിൻ്റെ ഇതൊക്കെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കേട്ടോ കൂളിംഗ് ഗ്ലാസിൻ്റെ. അവിടെ കയറി ചോദിച്ചപ്പോൾ അവർ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഹോൾസെയിൽ പറഞ്ഞത് 50 രൂപയാണ്. നമ്മൾ അവിടുന്ന് 25 രൂപയ്ക്ക് എടുക്കുന്ന സാധനം ഇവിടെ 50 രൂപ. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞ് എത്തുമ്പോൾ ആ ഒരു പ്രൈസ്. പക്ഷേ ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ അത് ഏകദേശം 25 രൂപേൻ്റെ സാധനം നമുക്ക് 20 രൂപയ്ക്ക് കിട്ടലുണ്ട്. ബൾക്ക് പറഞ്ഞാൽ അത്രയും ബൾക്ക് എടുക്കണം കേട്ടോ. ഒരേ സാധനം തന്നെ ഏകദേശം ഒരു 100 ചില പീസൊക്കെ എടുത്താൽ അത് നമുക്ക് അത്രയും വിലക്കുറവിൽ അവിടെ കിട്ടലുണ്ട്. ഇവിടെ ഇപ്പോൾ അത് കുറച്ചൊരു കൂടുതലാണ്, എന്നാലും ഹോൾസെയിൽ പ്രൈസ് അത്യാവശ്യം മാന്യമായിട്ടുള്ള പ്രൈസാണ് 50 രൂപ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ അവിടുന്ന് നമ്മൾ ഡയറക്റ്റ് അയക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ വന്ന് എടുക്കുമ്പോഴുള്ള ഒരു ചിലവ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ആഡ് ആകുമ്പോൾ 50ൻ്റെ സാധനം നാട്ടിലെത്തുമ്പോഴേക്ക് ഏകദേശം ഒരു 70 രൂപയോളാവും. അതാണ് പ്രൈസ് ഡിഫറൻസ്. മറ്റേത് നമ്മൾ 25ൻ്റെ സാധനം നാട്ടിലെത്തുമ്പോഴേക്ക് 45 രൂപയാവും. ഓക്കെ, അപ്പോൾ ഒരു 35 രൂപ നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് എടുക്കുമ്പോൾ ലാഭമുണ്ട്. അപ്പോൾ ഇതിന് മാത്രമേ ഞാൻ പ്രൈസ് ഡിഫറൻസ് പറയുന്നുള്ളൂ. ഇനിയുള്ളതൊക്കെ നിങ്ങൾ കണ്ടോളിട്ടാ ഓരോന്ന് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഈ സാധനങ്ങളൊക്കെയാണ് നമ്മളോട് 50 രൂപയുടെ പ്രൈസ് പറഞ്ഞത്. ഇതേ സാധനം നമ്മൾ ഡൽഹിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് 25 രൂപ 30 രൂപയ്ക്കൊക്കെ. അപ്പോൾ ഇതാണ് 50 രൂപേൻ്റെ ഐറ്റംസ് തന്നെ. പക്ഷേ ഇതൊന്ന് ഓരോന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തപ്പോൾ അവർ വില മാറ്റി. അപ്പോൾ ഇതാണിപ്പോൾ അവർ പറഞ്ഞ പെരിയ മണികുണ്ട് കേട്ടോ. ഇവിടുന്ന് ഈ സ്ട്രെയിറ്റ് പോകുന്ന ഈ റോഡ് ഫുള്ള്
ഹോൾസെയിലാണെന്ന് പറഞ്ഞത്, ഹോൾസെയിൽ മാർക്കറ്റിൻ്റെ ഏരിയ എന്ന് പറഞ്ഞത്. നമുക്ക് ഏതൊക്കെയാണ് ഇവിടെ, എനിക്ക് തോന്നുന്നില്ല ഇത് ഒറ്റ പീസ് ഒരു. ഇപ്പോൾ നമ്മൾ അവിടെ ഡൽഹിയിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ചെരുപ്പിൻ്റെ ഒരു മാർക്കറ്റാണെങ്കിൽ അവിടെ വെറും ചെരുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവർ പറഞ്ഞത് ഇവിടെ ചെരുപ്പും കുറച്ച് അല്ലറ ചില്ലറ ഫാൻസി സാധനങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആവുന്ന പറഞ്ഞത്. ഈ സ്ട്രീറ്റ് കയറുമ്പോൾ തന്നെ ലേഡീസിൻ്റെ കുർത്തീസ് സാധനങ്ങൾ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലിൻ്റെ ഏരിയ കേട്ടത്, ഹോൾസെയിൽ. പക്ഷേ ഇതൊക്കെ നമ്മൾ ഡൽഹി പ്രൊഡക്റ്റ് ആണെന്നുകൊണ്ട് ഈ സാധനം കണ്ടിട്ട് ഡൽഹിയിൽ നിന്ന് വന്ന വരുത്തുന്നുണ്ട്. അവിടെ ഇതേ സെയിം സാധനം ചപ്പൽ, ഇതൊക്കെ ഡൽഹി കേട്ടോ, ഇതെല്ലാം ഡൽഹി ഐറ്റംസാണ് ഈ കാണുന്നത് മുഴുവൻ. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ്, അതിൻ്റെ പർച്ചേസിങ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രൈസ് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഒരു സ്ട്രീറ്റ് ഫുള്ളതാണ്, ഈ ഒരു സ്ട്രീറ്റ് ഫുള്ള് ലേഡീസ് കുർത്തീസും കിഡ്സിൻ്റെയും ഒക്കെ വിയറാണ്. നമുക്ക് ആദ്യം ചെരുപ്പിൻ്റെ, നമ്മളെ മാസ്റ്റർ പീസ് ഐറ്റം ചെരുപ്പായതുകൊണ്ട് നമുക്ക് ചെരുപ്പം തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ കുർത്തീസിൻ്റെ ഇപ്പോൾ ഒരു ഷോപ്പ് കയറി നമ്മൾ വില ചോദിച്ച്. കുർത്തീസ് ഇതും ഡൽഹി പ്രൊഡക്റ്റ് തന്നെ കേട്ടോ, അവിടെ ഡൽഹി പ്രൊഡക്റ്റാണ് ഈ ഏരിയ കിടന്ന് കളിക്കുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ സ്റ്റാർട്ടിങ് വരുന്ന കുർത്തിക്ക് പറഞ്ഞത് 200 രൂപ റീറ്റെയിലാണ്. അതിൽ ഹോൾസെയിൽ വരുമ്പോൾ അവർ 120 രൂപ പറഞ്ഞ്. അത് നമ്മൾ ഡൽഹിയിൽ അത് 70 രൂപയ്ക്ക് എടുത്ത സാധനമാണ്, ആ ടോപ്പ് മാത്രം. ഓക്കെ, അപ്പോൾ അതേ സെയിം സാധനമാണ് ഇവിടെ 120 രൂപ പറയുന്നത്. അപ്പോൾ ഈ സാധനത്തിനൊക്കെ ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് എടുത്തവർക്ക് അറിയാം, ഇതിനൊക്കെ 400 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, പക്ഷേ റീറ്റെയിൽ വരുമ്പോൾ അതിന് പ്രൈസ് ഉണ്ടാവും. ഹോൾസെയിൽ പ്രൈസ് മറ്റേ നമ്മളെ ബാംഗ്ലൂർ അടക്കം കൂടുതലാണ് കേട്ടോ, ബാംഗ്ലൂർ വരെ കൂടുതലാണ്. പക്ഷേ റീറ്റെയിൽ അത്യാവശ്യം മാന്യമായ വിലയ്ക്കാണ്. ഇപ്പോൾ ഈ സാധനമൊക്കെ ചോദിച്ച് ഇഷ്ടം പോലെ ആൾക്കാർ വിളിക്കുന്നുണ്ട്, സിംഗിൾ പീസ്. ഇപ്പോൾ ഇത് ഇവിടുന്ന് നിങ്ങൾക്ക് അയച്ചു തരിക എന്ന് പറഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് സിംഗിൾ പീസ് ഈ സാധനമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട്. ഇത് 900 രൂപയാണ് പറയുന്നത്, പക്ഷേ പക്ക ഫിനിഷിങ് ഐറ്റം കേട്ടോ, പക്ക ഫിനിഷിങ് ഐറ്റം. ഇത് ലാസ്റ്റ് പ്രൈസ് എவ்வளோண்ணா? 800 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് ലാസ്റ്റ് കിട്ടും ഈ സാധനം. ഓക്കെ, ഇതിപ്പോൾ കോയമ്പത്തൂരുള്ളത്. നിങ്ങൾക്ക് സിംഗിൾ പീസ് വേണമെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ വേണമെങ്കിൽ സിംഗിൾ പീസ് നിങ്ങൾക്ക് അനുപ്പ മുടിയും ഭയങ്കര കൊറിയർ ചെയ്ത് വരും കേട്ടോ. ഈ ഐറ്റമൊക്കെ വേണമെങ്കിൽ ഇവിടെ ഇവരുടെ അടുത്ത് അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ആ കളക്ഷൻ കണ്ടപ്പോഴാണ് ഞാൻ അങ്ങോട്ട് കയറിയത്. ഓക്കെ, അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് സിംഗിൾ പീസ് വേണമെങ്കിൽ ബയ്യനെ നമ്മളെ അണ്ണൻ്റെ നമ്പർ നമ്മൾ കൊടുക്കാം. അത് നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം കേട്ടോ, പല ടൈപ്പിലുണ്ട്. ഏത് ഐറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് വിളിച്ചാൽ. അതിൽ അതുമാതിരി തന്നെ ഷൂവിലും കിടക്കുന്നുണ്ട്. ഓക്കെ, ഷൂവിലും പല ഐറ്റം കിടക്കുന്നുണ്ട്. അപ്പോൾ ഹോൾസെയിൽ ഒരിടത്തില്ല, അതാണ് പ്രശ്നം. ഹോൾസെയിൽ ഇല്ല, അവർ റീറ്റെയിൽ മാത്രമാണ് ചെയ്യുന്നത്. റീറ്റെയിൽ ഷോപ്പാണ്. ഓക്കെ, ഒരുവിധ ഐറ്റംസ് വേണ്ട ഐറ്റംസ് മുഴുവനുണ്ട്. അപ്പോൾ ഷൂ ആണെങ്കിലും അല്ല ചെപ്പലാണെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കുക. ഇവരുടെ നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, നിങ്ങൾ അതിൽ നിന്ന് നോക്കിയെടുത്ത് വിളിച്ചാൽ മതി. യൂഗീൻ്റെ ഒക്കെ പല മോഡൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് സ്ഥിതി. നമുക്ക് വേറെ ഹോൾസെയിൽ എവിടെ കിട്ടുന്നതെന്നുള്ള നമുക്കൊന്ന് തിരഞ്ഞിട്ട് വരാം. ഓക്കെ, ഈ ഷോപ്പ് കേട്ടോ അപ്പോൾ നമ്മൾ കാണിച്ച പിക്കാഷു എന്ന് പറഞ്ഞ ഷോപ്പ്. അവിടെയാണ് ഇപ്പോൾ ചപ്പലിനൊക്കെ ഏകദേശം 800 രൂപ, പക്ഷേ മാന്യമായ റേറ്റ് കേട്ടോ. റീറ്റെയിലാണെന്ന് പുള്ളിക്കാരൻ പറഞ്ഞ, ഹോൾസെയിലല്ല. കാരണം പുള്ളിക്കാരൻ തന്നെ 10-700 രൂപയ്ക്കാണ് സാധനം കിട്ടുന്നത്. 100 രൂപ ഒരു അധികം പ്രൈസ് അല്ല. 800 രൂപയ്ക്കൊക്കെ സാധനം കിട്ടുക എന്നുള്ള, എയറിൻ്റെ ചപ്പലൊക്കെ കിട്ടുക എന്നുള്ളത് അത്യാവശ്യം നല്ല പ്രൈസാണത്. അപ്പോൾ സിംഗിൾ പീസ് വേണ്ടവർ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾക്ക് ഡൽഹിയിൽ നിന്ന് ചിലപ്പോൾ ആ സാധനം നിങ്ങൾക്ക് അയച്ച് ഇവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് സമയം പിടിക്കും. പിന്നെ അതിവിടെ എത്തുമ്പോൾ ഏകദേശം ഇതേ പ്രൈസ് തന്നെ, ഒരു 50 രൂപയ്ക്ക് ലാഭം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ 100 രൂപ തന്നെ ചിലപ്പോൾ ലാഭം ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് സിംഗിൾ പീസ് എടുക്കുകയാണെങ്കിലും. അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ ഷോപ്പിൽ നിന്ന് എടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അതേ സെയിം ചപ്പൽ നമുക്ക് ഡൽഹിയിൽ നിന്ന് ഹോൾസെയിൽ കിട്ടുന്നത് 450 രൂപ, 500 രൂപ, 550 രൂപ റേഞ്ചിലാണ്. അതേ സാധനം ഇവിടെ കോയമ്പത്തൂരല്ല, പുള്ളിക്കാരെടുക്കുന്നത് നമ്മളെ ബാംഗ്ലൂർ ആ സാധനം കിട്ടുന്നത് 680 രൂപയ്ക്കാണ് കേട്ടോ പറഞ്ഞത്. 680 രൂപയ്ക്കാണ് പുള്ളിക്കാരന് കിട്ടുന്നത്. ഏകദേശം 700 രൂപ തന്നെ. പോയി എടുത്ത് വരുമ്പോഴേക്ക് 700 രൂപയാവും. അപ്പോൾ അത് 800 രൂപയ്ക്ക് വിൽക്കുന്നതുകൊണ്ട് തെറ്റില്ലാത്ത കച്ചവടമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേറെ ഏതൊക്കെയാണ് ഉള്ളത് നോക്കാം. ഇവിടെ എല്ലാത്തിനും നല്ല വില ഉണ്ട്, വിചാരിച്ചമായിരുന്നല്ലോ. ഹോൾസെയിൽ അധിക ഷോപ്പിൽ ഹോൾസെയിൽ റീറ്റെയിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ കയറി ചെല്ലുന്നത് കാണുമ്പോൾ തന്നെ അവർ, കാരണം അതിൻ്റെ പ്രൈസ് പറയുമ്പോൾ നമ്മൾ ചോദിക്കുക എത്ര ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ തന്നെ അവർ ഇപ്പോൾ സ്റ്റോക്കില്ല എന്ന് പറഞ്ഞാൽ എല്ലാം ഒഴിവാക്കുക കേട്ടോ. അധികം ഷോപ്പ് വരും. ഇവിടെ അധിക മാർക്കറ്റും അങ്ങോട്ടും കൊണ്ട് കണക്റ്റഡ് ആണ്. ഇപ്പോൾ 5 കോർണർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബാഗൊക്കെ ഉള്ളതെന്ന് പറഞ്ഞ്. 5 കോർണറിലാണ് കണ്ടോ, NH റോഡ് 5 കോർണർ കോയമ്പത്തൂർ. അപ്പോൾ അവിടെ ബാഗുണ്ട്, സാധനമുണ്ട്. നമുക്ക് ഹോൾസെയിൽ പ്രൈസ് എന്തായാലും ചോദിച്ചു നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ഹോൾസെയിൽ പ്രൈസ്? ഇവിടെ ഭയങ്കര വിലക്കുറവാന്ന് പറഞ്ഞ്, ആ വീഡിയോയിൽ മാത്രമേ ഉള്ളൂ വിലക്കുറവെന്നുള്ളത്. ഞാൻ പിന്നെ കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടാണെങ്കിൽ അത് വിഷയം ഉണ്ടാച്ചിട്ടാണ്. ഓക്കെ, ഈ ഏരിയ ഫുള്ള് ബാഗ് കേട്ടോ, ഫുള്ള് ബാഗ്, ട്രോളി ബാഗ് സാധനങ്ങളൊക്കെയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് റേറ്റ് എന്നുള്ളത്.
ലേഡീസ് ബാഗ് സാധനങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. പക്ഷേ മാക്സിമം റീറ്റെയിലാണ്. ഹോൾസെയിൽ കയറി വന്ന 1-2 ഷോപ്പിലുള്ളൂ. അത് സ്റ്റാർട്ടിങ് ലേഡീസ് ബാഗിൻ്റെ 150 രൂപയെന്ന് പറഞ്ഞ് അത് നമുക്കവിടെ 85 രൂപ ആ റേഞ്ച് കിട്ടുന്ന സാധനമാണ്. 150 രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇനി അധികം സാധനം കാണിച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് വേണ്ട. അപ്പോൾ കോയമ്പത്തൂരിന് ഇപ്പോൾ 5 കോർണറിൽ ബാഗ് ഷോപ്പിൽ വന്നിട്ട് ഭയങ്കര വിലക്കുറവാന്ന് പറയണ്ട, സാധനത്തിന് അത്യാവശ്യം നല്ല വില ഉണ്ട്. ഓക്കെ, എങ്ങനെ പോയാലും ഹോൾസെയിൽ പ്രൈസ് ഒരു 50 രൂപ 60 രൂപേൻ്റെ മാറ്റമുണ്ട് അവിടുത്തേനായിട്ട്. നമ്മൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത് പോവുകയാണെങ്കിൽ അന്നത്തെ ദിവസത്തെ പർച്ചേസിങ്ങിന് നടക്കുന്ന സമയവും അതും എല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ അത്രയും പൈസ ഒരു പീസുമ്മ കയറും. ഓക്കെ, എങ്ങനെ പോയാലും ചുരുങ്ങിയത് ട്രാൻസ്പോർട്ട് ചെയ്ത സാധനം നാട്ടിലെത്തുമ്പോഴേക്കും ഒരു 15-20 രൂപയോളം ഒരു പീസുമ്മ കയറും. അപ്പോൾ കോയമ്പത്തൂരിന് നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും മാർക്കറ്റ് ഉണ്ടെങ്കിൽ പറയും. ഇപ്പോൾ പറഞ്ഞ മാർക്കറ്റാണ് ഈ 5 കോർണറും സംഭവമൊക്കെ. അതിലൊക്കെ നമ്മളിപ്പോൾ കയറി ചോദിച്ചാൽ അധികം വീഡിയോ എടുക്കാൻ സമ്മതിക്കണില്ല, പ്രൈസ് അവർക്ക് പറയാൻ താല്പര്യമില്ല. അപ്പോൾ അതൊക്കെയാണ് സ്ഥിതി. കാരണം അവർ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എന്താ പറയുക, അവരോട് ചോദിച്ച് വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അവരുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ പൈസ തരാം, അങ്ങനെ വീഡിയോ എടുക്കുകയാണെങ്കിൽ എടുത്തോളാം. അതല്ലാതെ ഇപ്പോൾ ഈ ഞാൻ ചെയ്യുന്ന ഈ ഒരു വീഡിയോയിൽ അവർക്ക് പൈസ പറയാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട, നമുക്ക് ഇപ്പോൾ അവർ പ്രൈസ് പറഞ്ഞു തരുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഇപ്പോൾ ഏതാണ് പ്രൊഡക്റ്റ് എന്നുള്ളത്. ആ പ്രൊഡക്റ്റ് ഞങ്ങളെ കാണിക്കാൻ കഴിയില്ല എന്നുള്ളൂ, കാരണം അവർ ഫോട്ടോയോ വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട്. അപ്പോൾ ചോദിച്ചവരൊക്കെ പറഞ്ഞാൽ ഇവിടെ എന്തായാലും പ്രൊഡക്ഷൻ അവർക്കില്ല, അവർ എല്ലാവരും പുറത്തുനിന്ന് സാധനം കൊണ്ടുവന്ന് വിൽക്കുന്നവരാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ സ്ഥിതി. പിന്നെ റിപ്പയറിംഗ് ഉണ്ട് കേട്ടോ, ബാഗ് റിപ്പയറിംഗ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ റിപ്പയർ നിങ്ങൾക്ക് ഏതെങ്കിലും കംപ്ലൈൻ്റ് ഉള്ള ബാഗൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് റിപ്പയർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട് തോന്നുന്നുണ്ട് റിപ്പയർ ചെയ്യാനുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ വിലക്കുറവ് എന്തായാലും നമ്മൾ കണ്ടുകൊടുത്തോളം. പിന്നെ എന്താണ്, ഒരു ചെറിയ കച്ചവടം തുടങ്ങിയപ്പോൾ ഡൽഹി വരെ പോകാൻ കഴിയാത്തവർക്ക് ഓടി വന്ന് എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കോയമ്പത്തൂർ ഈ 5 മാർക്കറ്റ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഉള്ളോട്ടേക്ക് പോയി നോക്കാം നമുക്ക് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉള്ളത്. അപ്പോൾ ചെരുപ്പും ബാഗും പോയി. പിന്നെ ഇനി നോക്കാനുള്ളത് ടീഷർട്ടും ഷർട്ടൊക്കെ. അത് പിന്നെ അവരെ അടിച്ച് നിൽക്കാൻ കഴിയും തോന്നില്ല. ടീഷർട്ടും ഷർട്ടൊക്കെ ഞാൻ പറയലുണ്ട് അധികം ഇവിടെ തന്നെയാണ് നല്ലതെന്ന്. പക്ഷേ ഇവിടുന്ന് എടുക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു 80 രൂപേൻ്റെ ഷർട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ പ്രോപ്പർ സൈസ് ഉണ്ടാവില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. ഓക്കെ, പുല്ലായ നമുക്ക് നാട്ടിൽ കൊണ്ടുപോയി സെയിൽ ചെയ്യാൻ പറ്റുന്ന ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ 85 രൂപ ഹോൾസെയിലിന് കിട്ടും. 130 രൂപയാണ് ഇവിടെ റീറ്റെയിൽ. നമുക്ക് നാട്ടിൽ കൊണ്ടുപോയി ഒരു 10-200 രൂപയ്ക്കൊക്കെ നമുക്ക് സെയിൽ അടിക്കാൻ പറ്റും. ഓക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനമാണ് പുല്ലായൊക്കെ. പിന്നെ ഇവിടുന്ന് തന്നെയാണ് മാനുഫാക്ചറിങ്. ഇതിരെ മാനുഫാക്ചറിങ് ഇവിടെ തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ 85 രൂപ അത്യാവശ്യം തെറ്റില്ലാത്ത സാധനമാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ടൈപ്പ് സാധനങ്ങളും ഈ ടൈപ്പ് സൈഡ് ബാഗ് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സൈഡ് ബാഗ്. അത് നമ്മൾ അവിടെ നിന്ന് എടുത്താണ് സാധനം. ആ സാധനത്തിന് ഇവിടെ ഹോൾസെയിൽ പ്രൈസ് 360, ഇത് 390 കേട്ടോ ഈ ഐറ്റം. ഇത് 390 ഇതാണ് 360ൻ്റെ ഐറ്റം. അതിൻ്റെ ചെറിയ ബാഗ് 360 രൂപയ്ക്കാണ് ഹോൾസെയിൽ. റീറ്റെയിൽ 500ൻ്റെ മുകളിലാണ്. 800 രൂപയൊക്കെ റീറ്റെയിൽ വരുന്നുണ്ട് സാധനത്തിന്. ഈ റീറ്റെയിലിന് ഇത്രേ റീറ്റെയിലിന് 250-300 റുപ്യാണ് ഇത് റീറ്റെയിലിൽ. ഇത് ഹോൾസെയിൽ വരുമ്പോൾ നമുക്ക് 200 രൂപയ്ക്ക് തരാമെന്ന് കേട്ടോ പറഞ്ഞ് ഈ സൈസ് ബാഗ്. ഓക്കെ, ഈ ടൈപ്പ് ബാഗൊക്കെ കുഴപ്പമില്ല. അത്യാവശ്യം നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാനൊക്കെ നിങ്ങൾക്കിപ്പോൾ ഇവിടെ വന്നിട്ട് 5 റോഡ് വന്നിക്കുകയാണെങ്കിൽ ഈ ഒരു സാധനങ്ങൾ കിട്ടും. പക്ഷേ ഇതിനൊക്കെ ഞാൻ പറഞ്ഞുതരാം, നല്ല പിന്നെ നമ്മൾ പറഞ്ഞിരിക്കണമെങ്കിൽ അതും വിഷയമാവും, അത് വേണ്ട. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയൊരു അത്യാവശ്യം നല്ലൊരു സെയിലുണ്ട് ഇവിടെ നിങ്ങൾക്ക് ബാഗും കാര്യങ്ങളൊക്കെ. ഓക്കെ ഭയ്യ, താങ്ക് യു. ഈ സാധനത്തിനാണ് ഇപ്പോൾ അവിടെ ഹോൾസെയിൽ 350 പറഞ്ഞു കേട്ടോ. ഈ സാധനം നമ്മൾ മേടിച്ചത് 250 രൂപയ്ക്ക് റീറ്റെയിൽ. അതും ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ 200 രൂപ, 180 രൂപ, 200 രൂപയ്ക്ക് ഈ സാധനം കിട്ടും. ഞാൻ അവനോട് പിന്നെയും ചോദിച്ച് എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ, ഈ 390 പറഞ്ഞതെന്നുണ്ടെങ്കിൽ കുറയ്ക്കാൻ പറ്റുമോ. അതിൽ നിന്ന് കുറഞ്ഞത് പിന്നെ 360ൻ്റെ ഉണ്ട് പറഞ്ഞിട്ട് അവൻ അതിൻ്റെ ചെറിയ ബാഗ് കാണിച്ചിരുന്നത്. അപ്പോൾ നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട്, 100-100 ചില്ല രൂപേൻ്റെ മുകളിൽ. കാരണം പിടിച്ചു നോക്കുമ്പോൾ കുറച്ചൊരു ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്ന സാധനമൊക്കെ ഒരു നല്ല ഹെവി പ്രൈസായിട്ടോ അടിച്ച് കയറ്റുന്നത്. എല്ലാം ഇവിടുത്തെ ബാഗ് അധികം ഡൽഹി മെയ്ഡാണ്, നബി കരീം ഐറ്റാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കൈ പൊള്ളാതെ വന്നു കഴിഞ്ഞിട്ട് സാധനം എടുത്ത് പോകണമെങ്കിൽ ഡൽഹിയിൽ നിന്ന് എടുക്കുമ്പോൾ എങ്ങനെയായാലും കൈ പൊള്ളും, എന്തെങ്കിലും ഡാമേജ് ഉള്ളതൊക്കെ കയറും ഇടയിൽ. പക്ഷേ എന്നാലും ഒരു പീസുമ്മിൽ 100 ചില്ല രൂപയൊന്നും അധികം വരില്ല. ഇവിടുത്തേനേക്കാളും ഒരു 100 റുപ്യ നിങ്ങൾക്ക് അവിടെ കുറവ് കിട്ടും ഒരു പീസുമ്മിൽ. നല്ല ചേഞ്ച് ഉണ്ട്. ഇനിയിപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഇനി ഇവിടെ ഇപ്പോൾ നടന്നാൽ മതി, നമുക്കിനി ഇലക്ട്രോണിക് മാർക്കറ്റ് പോവാം. ചെരുപ്പിൻ്റെ മാർക്കറ്റൊന്നും ഇവിടെ അധികമില്ല, ചെരുപ്പൊക്കെ ഡൽഹിയിൽ നിന്നുണ്ടെന്ന് ഇവിടെ സെയിൽ ചെയ്യുന്നതിന്. ഓക്കെ, അപ്പോൾ ഡൽഹിയിൽ നിന്നാണ് ബാംഗ്ലൂരും പോകുന്നത്. അപ്പോൾ നമുക്കിനി ഗാന്ധിപുരം, അതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈറോഡ് പിടിക്കാം.
അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ മാർക്കറ്റും തപ്പുന്നുണ്ട്. അതും കൂടി നോക്കിയിട്ട് ബാക്കിയുള്ളത് പറയാം. മലപ്പുറം മെയിൻ 145. മലപ്പുറം ഇതൊക്കെയാണ് 65 രൂപേൻ്റെ ഐറ്റം. ഓക്കെ, നമുക്കപ്പോൾ ഇനി എടുക്കാനാണെങ്കിൽ നമുക്കിനി ഇവിടെ ഫൈവ് റോഡ് താനേ ഇത് ഫൈവ് റോഡ് താനേ ഫൈവ് റോഡ് എൻ എച്ച് റോഡിലാണ് കേട്ടത് ഷോപ്പ്. 65 രൂപയ്ക്ക് ഹവായ് ചപ്പൽസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോക്സും ഉണ്ട്. സോക്സും സോക്സ് 70-75 രൂപ കേട്ടോ പാക്കറ്റ്. അഡിഡാസിൻ്റെ ഒക്കെ 3 പീസിൻ്റെ ഒരു പീസ് 15 രൂപ. ഒരു ജോഡി 15. ഒരു ജോഡി 15 രൂപേൻ്റെ കേട്ടോ. 3 അവി 180 രൂപ പാക്കറ്റ്. 180 രൂപയുള്ളൂ. ഇതിൽ 1 2 3 4 12 പീസ് ജോഡിക്ക് 180 രൂപ. അത്യാവശ്യം നല്ല ഓക്കെ, നമുക്ക് മെച്ചമുള്ള ഐറ്റംസാണ് ഇതൊക്കെ. കുറച്ചും കൂടി എന്തായാലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ചെരുപ്പിലൊക്കെ. ഇത് കുറച്ച് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. സോഫ്റ്റ് മെറ്റീരിയലാണ്. ഓക്കെ, ചപ്പൽസ് വൈറ്റ് ചപ്പൽസൊക്കെ 60-65 രൂപയാണ് പറഞ്ഞത്. ഓക്കെ, 60-65 രൂപയാണ് പറഞ്ഞത് ഇതൊക്കെ. പക്ഷേ മെറ്റീരിയൽ കുറച്ചും കൂടി ബെറ്ററാണ് മെറ്റീരിയൽ. ഓക്കെ, ഇത് നിങ്ങൾ അവിടെ കോമഡി, നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുന്നേ അവൻ വില ഇങ്ങനെ അടിച്ച് കയറ്റി വിടേനിട്ടാ. അപ്പോഴാണ് നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാത്തിനും വില പറയാൻ തുടങ്ങി. ആ ചെറിയ പിള്ളേരെ ചെരുപ്പൊക്കെ അവൻ പറഞ്ഞത് 85 രൂപ 100 രൂപയ്ക്ക് ഇരുന്ന് ഹോൾസെയിൽ. പിന്നെ ഞാൻ വീഡിയോ എടുക്കണപ്പോൾ പറഞ്ഞാൽ അതിൽ 3-4 വെറൈറ്റീസ് ഉണ്ട്. 45 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 55-65 ഒക്കെ കിട്ടാണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഞാൻ എടുത്ത ഈ സാധനത്തിന് ഇപ്പോൾ എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ അതിന് 55 റുപ്യാണെന്ന് പറഞ്ഞു. അത് ഏകദേശം ഡൽഹിത്തെ വില തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത് നമ്മളോട്. നമുക്ക് വില അറിയാമെന്നുള്ള അവന് തോന്നുന്നുണ്ട്. അപ്പോൾ അവൻ വേഗം മാറ്റി എല്ലാത്തിനും ഹവായ് ചെരുപ്പിനും 65 രൂപയായിരുന്നു പറഞ്ഞത്. അത് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ അതിന് 65 കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ല അതിൽ കുറഞ്ഞുണ്ട്, ഞങ്ങളടുത്ത് 30 റുപ്യേൻ്റെ ഒക്കെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് സ്ഥിതി. അപ്പോൾ എടുക്കാൻ വരുന്നവർക്ക് വില അറിഞ്ഞില്ലെങ്കിൽ നല്ല ചാമ്പും. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടും വന്നിട്ട് എടുക്കുക. പ്രൈസിന് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോണ്ടോ, അതിനെ കൊണ്ടൊന്നും ഒരു വിഷയമില്ല. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഇലക്ട്രോണിക് മാർക്കറ്റ് കയറി വെക്കാം. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ തൽക്കാലം ഫൈവ് റോഡിൻ്റെ ഈ മാർക്കറ്റിൽ നിൽക്കട്ടെ. നാളത്തെ വീഡിയോയിൽ നമുക്ക് ഇലക്ട്രോണിക് മാർക്കറ്റ് കാണാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് വിടാം. ഈ റോഡ് ബനിയൻ്റെ ഫാക്ടറി കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ മാനുഫാക്ചറിങ്ങിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ് എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ നമുക്ക് ഇതാക്കി മെസ്സേജ് അയക്കി അവിടെ പോയി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതല്ല പിന്നെ പോകുന്ന ഉക്കടം മറ്റേ ബൈക്കിൻ്റെ കാറിൻ്റെയൊക്കെ സ്പെയർ പാർട്സ് കിട്ടുന്ന ഏരിയയിലേക്ക് പോകുന്നുണ്ട്. അവിടെ എന്തൊക്കെയാണ് പ്രൈസ് നോക്കിയിട്ട് വേണം നമുക്കിനി ഡൽഹിത്തെ മാർക്കറ്റ് പോയിട്ട് അവിടുത്തെ പ്രൈസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡൽഹിയിൽ എന്തായാലും ഒറിജിനൽ പീസ് ഈ ടി വി എസിൻ്റെ ഇതിൻ്റെയൊക്കെ കമ്പനി പീസ് ഉണ്ട്. അവിടെ 44% ഓഫിനാട്ടോ കൊടുക്കുന്നത് സാധനങ്ങളൊക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരുത്തൻ്റെ ബൈക്കിന് വേണ്ടിയിട്ടൊരു ഒരു റാഡ് മേടിക്കാൻ വേണ്ടി പോയിട്ട് അതിന് 44% ഓഫിനാണ് നമുക്ക് തന്നത്. പിന്നെ ചെയിനും സോക്കറ്റൊക്കെ 44% ആയിരുന്നു ഓഫ്. അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ ഒരു പ്രൈസ് റേഞ്ച്. പിന്നെ ഇവിടെ ഇനി എന്താണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. ഇനി എന്തായാലും അപ്പോൾ ഇന്നത്തെ ഇവിടെ വെച്ച് ബൈ. നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.